നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഓവൽ ടെസ്റ്റ് വളരെ നിർണായകമായൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 4-ാം ദിവസത്തെ ലഞ്ചിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് എടുത്ത് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ടെസ്റ്റിൽ 5 സെഷൻസ് ബാക്കിയുണ്ട്. ഇംഗ്ലണ്ടിന് വിജയിക്കാൻ 210 റൺസ് വേണം. ഇന്ത്യക്ക് വിജയിക്കാൻ 7 വിക്കറ്റ് അല്ലെങ്കിൽ 6 വിക്കറ്റ്. ഇനിയിപ്പോൾ ബോക്സ് ബാറ്റ് ചെയ്തില്ലെങ്കിൽ 6 വിക്കറ്റ്. അതാണ് ഇപ്പോഴത്തെ ഒരു ഇക്വേഷൻ. എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് ക്ലൈമാക്സ് ആണ് ഇപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത സെഷൻ അതിനിർണായകമാണ് എന്നർത്ഥം. ഇന്നിപ്പോൾ നമുക്ക് മോർണിംഗ് സെഷനിൽ 2 വിക്കറ്റുകൾ കൂടിയാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ബെൻഡക്കറ്റിനെയും ഒലി പോപ്പിനെയുമാണ് പറഞ്ഞു വിട്ടത്. ബെൻഡക്കറ്റിനെ പ്രസിദ്ധ കൃഷ്ണ രാഹുലിൻ്റെ കൈകളിലേക്ക് എത്തിച്ചപ്പോൾ ഒലി പോപ്പിനെ മുഹമ്മദ് സിറാജ് LBWയിൽ കുരുക്കിയായിരുന്നു. ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് എന്ന് പറയാവുന്നത് ഹാരി ബ്രൂക്കിൻ്റെ ക്യാച്ച് ബൗണ്ടറി ലൈനിൽ സിറാജ് പിടിച്ചതാണ്. പക്ഷേ അദ്ദേഹം ബൗണ്ടറിയോട് വളരെ അടുത്തായിരുന്നു. ഉടനെ അദ്ദേഹം ആ ഒരു ബൗണ്ടറി കുഷനിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്തു. അത് വലിയ നിരാശയുണ്ടാക്കി. സിറാജ് തന്നെ വലിയ നിരാശയിലായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ നിരാശയുണ്ടാക്കിയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത്. സീരീസിലെ ടോപ്പ് വിക്കറ്റ് ടേക്കറൊക്കെയാണ് സിറാജ്. പക്ഷേ ഈ ഒരു നിമിഷം അദ്ദേഹത്തിനും സഹിക്കാൻ പറ്റിയില്ല. പിന്നെ പ്രസിദ്ധ കൃഷ്ണയോട് അദ്ദേഹം കൈയൊക്കെ കൊടുത്തുകൊണ്ട് ഈ ഒരു ക്യാച്ച് ഡ്രോപ്പായതിന് മാപ്പ് പറയുന്ന, സോറി പറയുന്ന ഒരു രംഗം, അതും വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. പ്രസിദ്ധമായിരുന്നു ആ സമയത്ത് പന്തെറിഞ്ഞിരുന്നത്. ഏതായാലും അതിനിർണായകമായ ഘട്ടത്തിലേക്ക് ഈ ടെസ്റ്റ് മാറിയിരിക്കുന്നു. ഇംഗ്ലണ്ട് ഇപ്പോൾ ലഞ്ചിൻ്റെ സമയത്ത് 3 വിക്കറ്റ് 164 റൺസുമായിട്ട് ക്രീസിൽ ജോ റൂട്ടും ഹാരി ബ്രൂക്കുമാണുള്ളത്. 46 പന്തുകളിൽ നിന്നും 3 ഫോറുകളുടെ സഹായത്തോടെ 23 റൺസുമായിട്ട് ജോ റൂട്ട് നിൽക്കുമ്പോൾ 30 പന്തിൽ നിന്ന് 4 ഫോറും 2 സിക്സറും അടക്കം 38 റൺസുമായിട്ട് അഗ്രസീവായിട്ട് കളിച്ചുകൊണ്ട് ഹാരി ബ്രൂക്കും ക്രീസിലുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിന് ഇന്ന് നഷ്ടമായത് 2 വിക്കറ്റുകളാണ്. ബെൻഡക്കറ്റും ഒലി പോപ്പും. ഇന്നലെ തന്നെ ക്രോളി പുറത്തായിരുന്നു. 14 റൺസായിരുന്നു അദ്ദേഹം നേടിയിരുന്നത്. ഡക്കറ്റ് ഇന്ന് അർദ്ധ സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്ത് ഉടനെ പുറത്തായി. 83 പന്തിൽ നേരിട്ട് ഡക്കറ്റ് 6 ഫോറുകളുടെ സഹായത്തോടെ 54 റൺസാണ് എടുത്ത്. പ്രസിദ്ധ കൃഷ്ണയുടെ മികച്ചൊരു പന്തിൽ രാഹുൽ പിടിച്ചാണ് അദ്ദേഹം പുറത്തായത്. ഒലി പോപ്പിന് സിറാജ് മനോഹരമായിട്ട് LBWയിൽ കുരുക്കിയായിരുന്നു. 34 പന്തിൽ നിന്ന് 5 ഫോറുകളുടെ സഹായത്തോടെ 27 റൺസാണ് ക്യാപ്റ്റൻ ഒലി പോപ്പ് എടുത്തത്. എന്തായാലും ഇംഗ്ലണ്ടിന് വിജയത്തിലേക്ക് പോകാൻ ഇനി 210 റൺസ് വേണം. 164-ന് 3 എന്ന് നോക്കുമ്പോൾ ഇംഗ്ലണ്ട് കരുത്തുറ്റ നിലയിലാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ടെങ്കിലും സംഗതി അങ്ങനെയല്ല. ഇനിയും 210 റൺസ് വേണം. കളി വിക്കറ്റുകൾ എടുത്താൽ നമ്മുടെ കയ്യിലിരിക്കും. അതിന് നമ്മുടെ ബൗളർമാർ കഴിയട്ടെ. അടുത്ത സെഷൻ അതിക്രൂഷ്യലാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.